നമ്മളുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ രീതിയിലുള്ളൊരു ഹെയർ ഡൈ ആണ്. വെറും നാച്ചുറൽ, പക്ക നാച്ചുറലായിട്ട് എല്ലാ പച്ചമരുന്നുകൾ മാത്രം ഉപയോഗിച്ച് മുടി കിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. കാദംബരി ആയുർവേദ ഹെയർ ഡൈ എന്ന പേരിലാണ് ഞങ്ങളിത് വിപണിയിൽ ഇറക്കുന്നത്. കാദംബരി ആയുർവേദ ഹെയർ ഡൈ. ഈ ഹെയർ ഡൈ 100% പ്രകൃതിദത്തമാണ്. അതുകൊണ്ട് തന്നെ ഹെയർ ഡൈ അലർജി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അകാലനരയുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള മുടി, അതായത് നമ്മുടെ തലയ്ക്കകത്തുനിന്ന് വേരിൽ നിന്ന് തന്നെ നമ്മുടെ മുടികൾ കറുത്ത് വരും. നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആയുഷ് മന്ത്രാലയത്തിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ GMB സർട്ടിഫൈഡ് ആണ്, ISO അംഗീകാരമുള്ളതാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഈ മരുന്ന് തരുന്നത്. ഞാൻ കാദംബരി ഹെയർ ഡൈ ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ്. ഞാൻ ഒരുപാട് ഡൈയിൽ ഉപയോഗിച്ച് എനിക്ക് പക്ഷെ ഒന്നും പറ്റില്ല. നല്ല അലർജി ആയിട്ട് തലയെല്ലാം പുണ്ണായി പോയതാണ്. അതുകൊണ്ട് പിന്നെ മൈലാഞ്ചിയെല്ലാം തേച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ്. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഓർഡർ ചെയ്തു. 3 പ്രാവശ്യം ഇപ്പോൾ ഉപയോഗിച്ചു. മുടി നല്ല കറുപ്പായി. കാദംബരി ഹെയർ ഡൈക്കും ഒരുപാട് താങ്ക്സ്. സാർ, ഞാൻ കാദംബരി ഹെയർ ഡൈ ഉപയോഗിച്ചു. എനിക്ക് ഏത് ഡൈ തേച്ചാലും അലർജി ആയിരുന്നു. പക്ഷേ ഇത് തേച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഇട്ട് കഴുകാമോ? നിങ്ങൾ അയച്ചു തന്ന ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു. എന്തായാലും നല്ല ഒരു കുഴപ്പമില്ല സാധനം ഉണ്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. എന്തായാലും നല്ല ഗുഡ് പ്രൊഡക്റ്റാണ്. ഹെയർ ഡൈ ഉപയോഗിച്ച് നോക്കിയിട്ടോ, കുഴപ്പമില്ല, അലർജി ഒന്നുമില്ല. ഇത്രയും വർഷമായിട്ട് വേറെ കുറേയൊക്കെ ഉപയോഗിച്ച് നോക്കി. ഒരു 30 വർഷമൊക്കെ ആയിട്ട് ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത്തവണത്തെ എന്താണേലും ഒരു കുഴപ്പമുണ്ടായില്ല. തേച്ചിട്ട് കുഴപ്പമില്ല. മുടി കറുത്ത് തുടങ്ങി. ഒരു തവണയേ തേച്ചുള്ളൂ, എങ്കിലും നല്ല മാറ്റമുണ്ട്. ഞാൻ കാദംബരി ഹെയർ ഡൈ ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ് കിട്ടിയത്. വളരെ നല്ല പ്രോഡക്റ്റാണ്. എന്തുപയോഗിച്ചാലും എനിക്ക് അലർജി ആയിരുന്നു. ഇത് ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മേഡം, ഞാൻ നിങ്ങളുടെ കാദംബരിയുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ തേച്ചായിരുന്നു. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ബിനോയ് എന്നാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ തടിയൻ ഞാനായിരുന്നു. ഈ തടിയുള്ളപ്പോഴൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തടിയാന്ന് വിളിച്ച് കളിയാക്കും. അപ്പോൾ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് നമ്മൾ തടിയുള്ളവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഈ കളിയാക്കൽ ഒറ്റപ്പേര് വിളി കേട്ട് അതിൻ്റെ ആ ഒരു കോംപ്ലക്സിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി സക്സസ് ആവാൻ പറ്റിയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. കാരണം ബിസിനസ് ഇലക്ട്രോണിക്സ് പഠിച്ച് ഒരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങ് സക്സസ് വിറ്റ് കഴിഞ്ഞാൽ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചിത്രപ്പള്ളി കൊച്ചു സാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ബിലിഗേറ്റ്സിനെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കാന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്. അങ്ങനെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച് അപ്പോഴത്തേക്കും ഈ വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. അവിടുത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ അവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇങ്ങനെ അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ജോലി കയറി. അങ്ങനെ ജോലി കയറി കുറേ കാലം അവിടെ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാ കമ്പനികളെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെയ്ത് പഠിക്കാതെ പഠിക്കാൻ പറ്റത്തില്ലാത്തൊരു മേഖല എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ആ കമ്പനി തന്നെ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല, പറ്റത്തില്ല. കാരണം ഭാഷയൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് 2 വീലർ ഓടിക്കാൻ ഓടിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു. അതിനുശേഷം ഞാനിങ്ങനെ പേപ്പറിലൊക്കെ നോക്കി പരസ്യമൊക്കെ കണ്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് CFL ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി പോയി അവിടെ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു. മാർക്കറ്റിംഗ് വർക്ക് ചെയ്ത് കുറേ അവിടുത്തെ നിന്ന് ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിൽ നിന്നൊക്കെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ CFL ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവസാനം വന്നപ്പോഴത്തേക്ക് ശമ്പളം കടയിൽ പോയി പിരിച്ചെടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇന്ത്യ മുഴുവൻ പ്രയോജനത്തിലുള്ളൊരു പത്രസ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കാരണന്മാർ വിളിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആ നാട്ടിൽ വന്ന സമയത്ത് ഒരു മാരേജ് ബ്യൂറോയിലും അങ്ങനെ 1-2 ദിവസം ഒരു ആപ്പിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 5-6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റി. എൻ്റെ വൈഫ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹെർബൽ കോസ്മെറ്റിക്സ് ഉണ്ടാകുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി 2 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്,
നമ്മളുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുമാത്രം പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കഥയില്ല. ശരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് അടുത്ത ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ശരിക്കും എനിക്ക് തടികൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നുകൊണ്ടാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു വളരെ അസുഖം കൊണ്ടാണ് ഞാൻ ജനിച്ചു വന്നത്. അതിൻ്റെ പാടാണ് ഇത്. ഓപ്പറേഷൻ ചെയ്തിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരാണ് ഇത് സർജറിയിലൂടെ അത് റിമൂവ് ചെയ്തിട്ട് അങ്ങനെയാണ് ശരിക്കും ഞാൻ വീണ്ടും ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എൻ്റെ കൊച്ചിൻ്റെ മരണം കാരണം യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. അതുപോലും കണ്ടുപിടിച്ച് അന്നോടുള്ള ഡോക്ടർമാർക്ക് ശരിയാക്കാൻ പറ്റാവുന്നപ്പോഴത്തേക്കും ഒരു ട്രസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ എങ്ങനെയൊന്നും ഫോം ചെയ്ത് എന്തെങ്കിലും ഫോം ചെയ്തിട്ട് നല്ല ഹോസ്പിറ്റലിലൂടെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ ആ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം വിട്ടു. അതിനകത്ത് ട്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും അന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് 10-30 കിലോമീറ്ററിനുണ്ട് ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. പിന്നെ നമ്മളൊരു ആശുപത്രിക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. തന്നെ ദൂരം എൻ്റെ സഹോദരിയുടെ കുട്ടി അവിടെ ഉണ്ടായത്, ബാക്കി ഞങ്ങളുടെ ബന്ധുക്കാരും ഒക്കെ അവിടെ ഉണ്ടായത്, ബന്ധുക്കാർക്കൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാകുന്നു. പിന്നെ അതിൻ്റെ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ കൊച്ചു മരിച്ചതിൻ്റെ ഡിപ്രഷനിൽ ശരിക്കും എൻ്റെ വെയിറ്റ് ഏതാണ്ട് ഒരു 85 കിലോയിൽ നിന്ന് 104 കിലോ വരെയായി. വൈഫിൻ്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 കിലോയിൽ നിന്ന് ഏതാണ്ട് ഒരു 80 കിലോ വരെയായി. കുട്ടികളില്ല. അപ്പോഴത്തേക്കും കുട്ടികളില്ല വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം കാണിച്ച് ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ വൈദ്യശാസ്ത്ര ശാഖകൾ, ആയുർവേദം, ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളെക്കുറിച്ചും പഠിച്ച് അങ്ങനെ ഗവേഷണം നടത്തി. അങ്ങനെ എൻ്റെ വെയിറ്റ് 104 കിലോയിൽ നിന്നും 90 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. വൈഫിൻ്റെ വെയിറ്റ് 75 കിലോയിൽ നിന്നും 55 കിലോ ആക്കി കുറയ്ക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് 3 കുട്ടികളെ നൽകിയോ ദൈവം അനുഗ്രഹിച്ചു. ചെറുപ്പത്തിൽ എൻ്റെ അസുഖം കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്തത് ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ 6 മാസത്തിനുള്ളിൽ ജീവിച്ചിരിക്കേണ്ട ആളല്ല ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കുട്ടികളെ കുടുംബവും ഒക്കെ നൽകി ലോകം എന്നെ സ്നേഹിച്ചപ്പോൾ ആ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് കരുതി ഞാൻ തുടങ്ങിയ ആദ്യത്തെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്.